ഹലോ എവ്രി വൺ. നിങ്ങളിപ്പോൾ സൂക്ഷിച്ച് കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മളൊരു കാട്ടിലൊക്കെ പോയി നിൽക്കുന്നതിൻ്റെ ഒരു സൗണ്ട്, ഒരു നല്ല ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെ കൂട്ടത്തോടെ പറക്കുന്ന കിളികളാണ്. മേളിൽ ഇങ്ങനെ സ്കൈൽ കണ്ടിട്ടില്ല, ഓരോ ഷേപ്പ് ഫോം ചെയ്യുന്നു ആ കിളികളാണ്. കണ്ടോ, ഈ മരത്തിൽ നിങ്ങൾ ശരിക്കും നോക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതൊക്കെ കാണാം. എന്നാലും നമുക്ക് കാണത്തില്ല, ജസ്റ്റ് എന്തോ ഒന്ന് അനങ്ങുന്ന പോലെ നമുക്ക് കാണാം. കിളികളാണ് നമ്മൾ ഈ സ്കൈലൊക്കെ ഈ ഓരോ ഷേപ്പ് ഫോം ചെയ്യുന്നത്. അത്ര കിളികളായി നല്ല ഗ്രൂപ്പായിട്ടാണ് അവർ പറക്കുന്നത്. നിങ്ങൾ ആദ്യമൊക്കെ ഇതിനെ കണ്ടപ്പോൾ ഇതെന്താണെന്ന് ഇങ്ങനെ നോക്കി നിന്നു. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ അമ്മ പറയാം വെള്ളം വീഴുന്നുണ്ടെന്ന്. പക്ഷേ നോക്കിയപ്പോൾ എന്താ, നമ്മുടെ ബേർഡ്സിൻ്റെ സൗണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കുണ്ട്, ഞങ്ങൾ അതിൻ്റെ കീഴിൽ പോയി നോക്കിയാൽ പോലും ഞങ്ങൾക്ക് ബേർഡ്സിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു സെറ്റ് പറക്കുന്നത് കാണാമോ? കണ്ടോ താഴോട്ട് വന്നിരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. പറക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കാണാം. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പറക്കുന്നുണ്ട്. നമുക്ക് ക്യാമറയിൽ കൂടെ എന്തായാലും കാണാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും പറക്കുന്നുണ്ട്. പറക്കുമ്പോൾ അത് കുറച്ച് ചിറക് വലുതാകുന്നു, പക്ഷെ കാണുമ്പോൾ കുഞ്ഞ്. അതെ പറക്കുമ്പോൾ ഒരു പ്രാവ് പറക്കുന്നത് നമുക്ക് ഫീൽ. പക്ഷെ അതാണ്ട് ഈ മരത്തിലും ഉണ്ട്, കണ്ടോ, ഇതിലും ഉണ്ട്. പക്ഷെ നമുക്ക് കാണത്തില്ല. നിങ്ങൾ സൗണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കാം, നല്ല രസമാണ്. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പം അത് കൂട്ടത്തോടെ പറഞ്ഞു. അതല്ല കൂടുതൽ, അതെല്ലാം അവിടെ എവിടെയൊക്കെ ഇരിക്കുന്ന നമുക്ക് കാണാം. ശരിയാ, എന്നാലും നമുക്ക് കാണുന്നില്ല. അറിയാൻ പറ്റത്തില്ല. എന്തോ ദൈവത്തിൻ്റെ കഴിവ് ഭയങ്കര. അതെ, താങ്ക് യു ചേച്ചി. പ്രാവ് നോക്കിയപ്പോൾ അതുകൊണ്ട് മാത്രമേ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാം പ്രാവോട് പോയി. ഇവർ ചിലപ്പോഴേ പറക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നിറച്ചുമുണ്ട്. അത് പറന്നാൽ നല്ല ഭംഗി. അതെ, പറന്നാൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ പറക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. ഇവിടെ നോക്കുമ്പോൾ പക്ഷെ അവിടെ നല്ല വൃത്തിയായ പോലെ തോന്നുന്നല്ലോ. അതെ, അവിടെ പക്ഷെ നടക്കാനും ഒരു ഭംഗിയില്ല. മരുഭൂമി വളർത്തി. അവരെന്താ പറയണേ നിങ്ങൾക്കറിയാമോ? നീ മിണ്ടായിരടി. അപ്പം മറ്റേത് പറയും നീ മിണ്ടായി. പണ്ട് അമ്മയുടെ പപ്പ ഒരു വലിയൊരു കഥ പറഞ്ഞു കൊടുത്തന്നെ. അതിപ്പോൾ അമ്മ പറയും. എന്നുവെച്ചാൽ ഒരു കിളികളുടെ എല്ലാം ഒരു മീറ്റിംഗ് അകത്ത് കൂടുക. അപ്പം എല്ലാ കിളികളും കൂടെ ഭയങ്കര സൗണ്ട്, ഇതുപോലെ അങ്ങ് ചിലയാ കിളുകിളുകിളൂല. അപ്പം എൻ്റെ അധ്യക്ഷൻ വന്ന് പറഞ്ഞു എല്ലാവരും നിശബ്ദരായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അപ്പോൾ എല്ലാ കിളികളും, ഒരു കിളി പറഞ്ഞു, മറ്റേ കിളിയോട് പറഞ്ഞു നിശബ്ദരായിരിക്കും, ഉണ്ടായിരിക്കും. അപ്പം മറ്റേ കിളി പറഞ്ഞു മിണ്ടായിരിക്കും. അപ്പോൾ എല്ലാ കിളികളും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടായി എല്ലാവരും മിണ്ടായി. അവിടെ ഭയങ്കര ബോളുണ്ട്. അങ്ങനെ എന്തോ ആണ് ഇവിടെ സംസാരിക്കുന്നത്. അവരിത് തന്നെ സംസാരിക്കുന്നത്. നീ മിണ്ടായി ആദ്യം നീ മിണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. അതാണ് ഇവിടുത്തെ സംസാര വിഷയം. ഇവിടുത്തെ കണ്ടോ ലാവൻഡർ പൂ പൂത്തിരിക്കുന്ന കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ? നല്ലൊരു ബ്രിട്ടീഷ് വൈബ് തരുന്നുണ്ട് ആ ലാവൻഡർ പൂ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ലാവൻഡർ പൂ. അതിൻ്റെ സൈഡ് അങ്ങറ്റത്ത് കൊന്നയൊക്കെ പൂക്കാനായിട്ട് നിൽപ്പുണ്ട്. പൂക്കൾ ഉണ്ടാവുന്ന സമയം ഒരു വീഡിയോ എടുക്കാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവർ പറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ബൈ. ഇതിനകത്തെ കുറേ മിക്കവാറും എല്ലാം അങ്ങോട്ട് പോകും. Wow.
ആരും ഉണ്ട്, നീ വിളിച്ചോണ്ടിരിക്കണം. അതുങ്ങൾ പറന്നങ്ങ് പോകുന്നതാണ്. ഇവിടുന്ന് പോകണം. പക്ഷെ അവർ ബൾക്കായിട്ട് പറക്കുന്നില്ല കണ്ടോ. ബൾക്കായിട്ട് പറക്കണമെങ്കിൽ ഇവർ ഇവിടെ നിന്ന് ബൾക്കായിട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്നേ അങ്ങ് പോവുകയാണെങ്കിൽ എന്നാലേ ഒന്നിച്ച് പറക്കും. പക്ഷെ ഇപ്പം അവനങ്ങനെ അതിനുള്ള പുറപ്പാടല്ല. ഇപ്പോൾ കഴിക്കാനാണ് ഇവിടെ നിന്ന് മാക്സിമം ഇന്നത്തേനുള്ള ശേഖരിക്കുക. ഇന്ന് പറക്കണം. ശേഖരണമൊന്നുമില്ല. ശേഖരണം വയറ്റിലോട്ട് ശേഖരിക്കും. എന്നിട്ട് അത് ഇന്ന് രാവിലെ ഒരു പറക്കൽ, പിന്നെ ഡിസ്പ്ലേ ഉണ്ട് മേളിൽ ചെന്ന്. അവർക്ക് ഭയങ്കര പല പരിപാടികളുണ്ട്. രാവിലെ കഴിച്ചിട്ട് വേണം. എൻ്റെ ടൈം കഴിഞ്ഞു. ഞാൻ പോട്ടെ. ഞാൻ മമ്മൂട്ടി റെക്കോർഡ് ചെയ്തു. എനിക്ക് എൻ്റെ ഫോണിങ് എടുത്താൽ നിൻ്റെ ഫോണിനകത്ത്